ഹലോ ഗൈസ്, ആനന്ദ് ലക്ഷ്മിക്കുട്ടിയാണ്. അപ്പൊ എന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വളർന്നു വരുന്ന പുതു തലമുറയ്ക്ക് അവർക്ക് കുറച്ച് മോട്ടിവേഷൻ, എന്നിലാവുന്ന ചെറിയൊരു മോട്ടിവേഷൻ കൊടുക്കാനുള്ള പ്ലാനിലാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാ വെച്ചാൽ നമുക്കൊരു ലക്ഷ്യം വേണം. എന്ത് ചെയ്യുമ്പോഴും നമുക്കൊരു ലക്ഷ്യം വേണം. ഇന്ന പൊസിഷനിലേക്ക് എത്താൻ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്ന് ഇപ്പോഴേ കണക്കൂട്ടി ഇപ്പോഴേ പ്രിപ്പറേഷൻ ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഇല്ലാണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ പാതയിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഒരു തടസ്സം ഇല്ലാണ്ട് ആ പാതയിലൂടെ പോകാൻ പറ്റുള്ളൂ. ഇപ്പോഴേ നമ്മൾ അറിഞ്ഞിരിക്കണം അങ്ങോട്ട് എത്തണമെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യണം. അങ്ങനെ ഒരു ലക്ഷ്യം വേണം, നിങ്ങൾക്ക് കാഴ്ചപ്പാട് വേണം. നിങ്ങളുടെ ഭാവിയെ കുറിച്ച് നിങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ടാവും. മനസ്സിലായ? അത് നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെയല്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇത് വേണം, ഒരു ഡിസിഷൻ വേണം. അതിനെടുക്കാൻ പാകത്തിന് നിങ്ങൾ വളരണം. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കാണുമ്പോ അമ്മ അച്ഛനും വിചാരിക്കും, അവൻ കുഴപ്പമില്ല, അവൻ നമ്മളെക്കാൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല, അവൻ അവന്റെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാൻ അങ്ങനെ നോക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോ നമുക്കൊരു സന്തോഷമാണ്. മനസ്സിലായ? പിന്നെ അമ്മേനും അച്ഛനും പരമാവധി പ്രാകാൻ പാടില്ല. പിന്നെ അവർക്ക് വിഷമം വരുന്ന ഒരു കാര്യം ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരു ഉയർന്ന പൊസിഷനിൽ എത്തുമ്പോ അവർക്ക് ഇത് തൃപ്തിയാവും. അതായത് എന്റെ മോർണിംഗ് ഇന്ന പൊസിഷനിൽ ഇരിക്കണ, എനിക്ക് ഇതിന് മാത്രം സന്തോഷം എനിക്ക് പറയാൻ ഇല്ല എന്നൊക്കെ പറയുമ്പോഴുള്ള ഒരു നമുക്കൊരു ഇത് വരില്ലേ, മനസ്സിലുണ്ടാവുന്ന ഒരു ഇതില്ലേ, അത് വേണം. നിങ്ങൾക്ക് ഒരു ത്രില്ല് വേണം. മനസ്സിലായ? ഒരു ത്രില്ല് വേണം. പിന്നെന്ന് പറയണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻസ് കിട്ടുന്ന സ്ഥലത്ത് മാത്രം പോവാ. എവിടെയും നമ്മൾക്ക് ഇമ്പോർട്ടൻസ് കിട്ടാത്ത, വില കിട്ടാത്ത ഒരു സ്ഥലത്തും പോയി നിൽക്കാൻ പാടില്ല. ഒരു കൂട്ടുകെട്ടിൽ ഉണ്ടെങ്കിൽ നിനക്ക് വില തരണില്ല ആ കൂട്ടുകെട്ട്, അത് വിടാ. നീ വാടാ, നിന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ഇവിടെ ഉണ്ട്. നീ അങ്ങനെ മനസ്സിലായ? നിന്റെ അമ്മ അച്ഛനും നിനക്ക് കൂടി ഉണ്ടാ. നീ പിന്നെ എന്തിനാ പേടിക്കണേ? ആരൊക്കെ ഇട്ടിട്ട് പോയാലും ഇവര് ഇട്ടിട്ട് പോവില്ല. അതാണ് അമ്മ അച്ഛനും. അത് മനസ്സിലാക്ക. പിന്നെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പാർട്ടി നോക്കിയിട്ടൊന്നല്ല ഫ്രണ്ട്ഷിപ്പ്. ഇപ്പൊ സപ്പോസ് ഞാൻ പറയണത്, എനിക്ക് മുസ്ലിംസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, കുറെ ഹിന്ദുസ്, അങ്ങനെ പറയാൻ പാടില്ല ഫ്രണ്ട്ഷിപ്പില്. എല്ലാവരും ഒരു ദൈവം, അത്രേ ഉള്ളൂ. ഒരാളുടെ എല്ലാവർക്കും ഒരൊറ്റ പാർഷ്യാലിറ്റി അല്ല. മനസ്സിലായേ? അങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു 10-20 പ്രാവശ്യം ഇങ്ങനെ ഓർക്കുക, തിങ്ക് ചെയ്യുക. അതായത് ഞാൻ ഈ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആർക്കൊക്കെ ഇത് വിഷമാവും, അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. എന്നിട്ട് മാത്രം നിങ്ങളത് പോസ്റ്റ് ചെയ്യുക. മനസ്സിലായ? എനിക്ക് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ വിജയം നിന്നെ തേടി വരില്ല, നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം വിജയം. അതാണ് പറഞ്ഞ ഓരോ സ്റ്റെപ്സും നന്നായിട്ട് നമുക്കൊരു പ്ലാൻ ഉണ്ടാവണം. ഞാൻ ഇങ്ങനെ ഇപ്പൊ 8ാം ക്ലാസ് അല്ല, ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് SSLCക്ക് ഇത്ര വേണം, അപ്പൊ ഞാൻ ഇന്ന് തൊട്ട് എന്ത് ചെയ്യണം, അത് 10ാം ക്ലാസ് ഫുൾ A+ പഠിക്കാൻ, അല്ലെങ്കിൽ ഒരു 4-5 A+ പഠിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ഫുൾ പ്ലാനിങ്ങും സ്റ്റെപ്സും ഇപ്പോഴേ 10ാം ക്ലാസ്സിന്റെ പകുതി ആവുമ്പോഴല്ല കേട്ടോ, ഫസ്റ്റിലുള്ള കാര്യമാണ്. 9ാം ക്ലാസ്സിലുള്ള പിള്ളേരോടും ഞാൻ ഇത് തന്നെയാ പറയണേ. അതായത് നമ്മൾ പരമാവധി ഹാർഡ് വർക്ക് ചെയ്തവർക്ക് മാത്രമേ ഇവിടെ ഈ ഓരോ സ്ഥലങ്ങളിലും വലിയ നിലയിൽ എത്തിയിട്ടുള്ളൂ. മനസ്സിലായി? ഇപ്പോഴേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോഴേ നമ്മള് ഓരോ സ്റ്റെപ്സും ഇന്ന 10 A+ പഠിക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം, അങ്ങനെ ഒരു ഇതുണ്ടാവണം. അതുപോലെ 10ാം ക്ലാസ് പഠിക്കുമ്പോ പിന്നെയുള്ളത് SSLCയുടെ ആ ഒരു ഇത് നോക്കിയിട്ടാണ് +1ഉം +2 അഡ്മിഷൻ കിട്ടുള്ളൂ. അപ്പൊ അതിനനുസരിച്ചുള്ള സ്റ്റെപ്സ് ഒക്കെ ഇപ്പോഴേ എടുക്കണം. അതൊക്കെ കഴിഞ്ഞ് +1 +2 +1 നല്ല മാർക്ക് മേടിച്ചിട്ട് +2 പോയി അലമ്പിക്കാൻ പാടില്ല. മനസ്സിലായ? +1ഉം +2 നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത ഉണ്ടാവും. നമ്മൾ പൈസ കൊണ്ടടച്ചിട്ട് കയറേണ്ട ആ ഒരു നിവൃത്തിയോട് വരില്ല. മനസ്സിലായ? പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ഇപ്പൊ ഒരാൾ BCom ചെയ്യാൻ നിൽക്കുക, BCom ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞാൽ പഠിക്കണവരുണ്ടല്ല, അവർക്കൊന്നും കിട്ടില്ല കേട്ടോ. ഭാവിയിൽ അവർക്കൊന്നും കിട്ടില്ല. നമ്മൾ വർക്ക് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്താലേ എവിടെ ഒരു കാര്യമുള്ളൂ.
അതാണ് ഞാൻ പറഞ്ഞേ, നമ്മൾക്ക് എപ്പോഴും നമ്മളുടേതായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാവണം. അപ്പൊ നമ്മള് ലക്ഷ്യത്തിലേക്ക് എത്താൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ വർക്ക് ഹാർഡായി ഹാർഡ് വർക്ക് ചെയ്യുമ്പോ വിജയം അത് നിനക്ക് സുനിശ്ചിതമാണ്. ഇവിടെ എങ്ങനെയാ വെച്ചാ വിജയത്തെ സ്വപ്നം കാണാതൊന്നും അതിനെ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ വിജയം ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കണം. മനസ്സിൽ ഒരേ ഇതിലുണ്ടാവുള്ളൂ, നമ്മുടെ ആ ലക്ഷ്യം മാത്രം. ആ ലക്ഷ്യത്തിലേക്ക് പല ആൾക്കാരും നമ്മളെ അതിൽ നിന്ന് പ്രൊവോക്ക് ചെയ്യാൻ നോക്കും, തടസ്സാക്കാൻ നോക്കും. പക്ഷെ അതിലൊന്നും നമ്മൾ പോയി ചാടാൻ പാടില്ല. നമുക്ക് ഒരേ ഒരു ലക്ഷ്യം, ആ ലക്ഷ്യം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തുവേണേ ആവാം. അപ്പൊ ഞാൻ എല്ലാം അങ്ങനെയല്ല പറയണ. ഞാൻ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ സമയത്ത് പല പല ചിന്തകൾ ഉണ്ടാവും. ആ ചിന്തകളെ മാറ്റി വെച്ച് നിങ്ങളുടെ ആ ലക്ഷ്യം മാത്രം നിങ്ങളുടെ മനസ്സിൽ കണ്ട് അതിനു വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. ഒരു പ്രാവശ്യം അത് എങ്ങനെയാന്ന് വെച്ചാൽ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ ഒരു ഫെയിലിയർ വരും. എപ്പോഴും മറ്റേ ഇങ്ങനെ വിജയം കിട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ബോറാവും. മനസ്സിലായില്ലേ? അപ്പൊ നമ്മള് തോറ്റുകൊണ്ടിരിക്കുക. അപ്പോഴും പിന്നെയും നമ്മൾ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. ഒരു പ്രാവശ്യം തോറ്റു, പിന്നെയും ഫെയിൽ, ബെറ്റർ, ഫെയിലർ ഇങ്ങനെ വന്നോണ്ടിരിക്കും. നമ്മളെങ്ങനെ തടസ്സപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പൊ നമ്മള് 2 പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്തിട്ട് പോയി, അപ്പൊ അത് കിട്ടിയില്ല, അപ്പൊ ഇനി അത് നോക്കണ്ട, വേറെ എന്തെങ്കിലും നോക്കാം. നമ്മൾ പിന്നെയും നമുക്ക് ആ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടി എന്ത് ചെയ്യണോ അതൊക്കെ ചെയ്യാ എന്ന് വെച്ച് വയലൻസ് അങ്ങനെ ഒന്നല്ലാട്ടോ ഞാൻ ഉദ്ദേശിക്കണേ. മനസ്സിലായ? നമ്മള് നമ്മുടെ ഇതില് കീപ്പ് ചെയ്ത് പോണം. നമ്മൾ ഒട്ടും വിചാരിക്കാത്ത ആൾക്കാരുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു നിന്ന് അവർക്ക് കുറച്ച് സർപ്രൈസ്, കുറച്ച് സന്തോഷം, കുറച്ച് ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കണ്ണിലുണ്ടാവുന്ന ആ പ്രകാശം ഉണ്ടല്ലോ, അതിന്റെ രസത്തിലും ത്രില്ലിലൊക്കെയാണ് ജീവിച്ചു പോണേന്നാണ് ദുൽഖർ സൽമാൻ ചാർലിയിൽ പറഞ്ഞത്. അത് കറക്റ്റാണ്, കറക്റ്റ് ഐറ്റംസ് ആണ്. ഞാനും അങ്ങനെ ചെയ്യാറുണ്ട്. എനിക്ക് എല്ലാവരെയും ഹാപ്പി ആക്കണം, ആ ഒരു മൂഡിലുള്ള ആളാ ഞാൻ. അല്ലാണ്ട് ഇന്ന ആൾക്കാരെ ഞാൻ കൂട്ടില്ല, അങ്ങനെ ഇങ്ങനെ ഇല്ല. ഞാൻ ഇപ്പൊ എന്നോട് എങ്ങനെയാണ്, എന്നോട് ഇപ്പൊ അവൻ ദേഷ്യത്തോടെയാണ് സംസാരിക്കണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. ഞാൻ അവനെ മൈൻഡ് ചെയ്യില്ല. പക്ഷെ നല്ല കാര്യങ്ങള് എന്നെ കുറിച്ച് പറയുന്നുണ്ട്, വാടാ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിളിക്കും, അപ്പൊ പോവാ. നല്ല കൂട്ടുകെട്ടാണെങ്കിൽ കൂട്ടുകെട്ട് കൂടാ, ബാക്കിയുള്ളവർ വേണ്ട, ഒഴിവാക്ക. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആത്മവിശ്വാസം വേണം, നല്ല കോൺഫിഡൻസ് വേണം. മനസ്സിലായി? പലവരും നമ്മളെ അങ്ങനെ പ്രൊവോക്ക് ചെയ്യും. നിന്നെ കൊണ്ട് പറ്റില്ല, നീ എന്തിനിങ്ങനെ പിന്നെയും ഈ PSC കേട്ടിട്ടുണ്ടോ? PSC കുറെ ആൾക്കാരുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഞാളാരാന്ന് പറയില്ല. അപ്പൊ ആള് ഇങ്ങനെ PSC ഇന്നായിരുന്നു, കോൺസ്റ്റബിളിന്റെ ഇതിലേക്ക്. അപ്പൊ ആൾക്ക് ഫിറ്റ്നസ്സിലും ഇതിലൊക്കെ പോയി. പക്ഷെ ഹൈറ്റ് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു തോന്നുന്നു. അങ്ങനെ അവന് ഇതാക്കില്ല. അപ്പൊ അവൻ 4-5 പ്രാവശ്യമൊക്കെ എഴുതിയിട്ടാണ് ഒരെണ്ണം കിട്ടിയത്. ഇനി ആളത് വേറെ നോക്കണേ. ആള് വേറെ മറ്റേ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അങ്ങനെയാണ് അവൻ നോക്കണപ്പ. പക്ഷെ അവന് കുറെ ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായ? അവൻ വെച്ചാ ഞങ്ങളൊക്കെ സെയിം പ്രായക്കാരാണ്. അപ്പൊ അവനെങ്ങനെയാ വെച്ചാ അവന്റെ ഏജിന് ഇതിനനുസരിച്ച് ലൈഫ് സെറ്റിൽ ആവണ്ടേ, അങ്ങനെയൊക്കെ വീട്ടുകാര് ചിന്തിച്ചു തുടങ്ങി. ഇപ്പൊ അവൻ അപ്പോഴും തളർന്നില്ല. അവൻ ആ ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിൽ അവൻ എത്തണ വരെ അവനെ തടയാൻ ആർക്കും പറ്റില്ല. ആ ഒരു ഇതാണ് വേണ്ടേ, ആ ഒരു കോൺഫിഡൻസ് നമുക്ക് വേണം. എന്നാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായ? അപ്പൊ എനിക്ക് ഇത്ര പറയാനുള്ളൂ. അപ്പൊ എല്ലാവരും പരമാവധി ഇത് ഇത്തിരി സീരിയസ് ആയിട്ട് എടുക്കുക. പിന്നെ ഇതൊന്ന് ഷെയർ ചെയ്യുക. നല്ല നല്ലവർക്ക് കാണാൻ പറ്റണമെങ്കിൽ അവർക്ക് അത്രയും നല്ലതാണ്. ഞാൻ കാരണം ആർക്കെങ്കിലും മോട്ടിവേഷൻ ആയി കഴിഞ്ഞാൽ അത് ഇതിന്റെ ഒരു പ്ലസ് ആണല്ലോ, പ്ലസ് പോയിന്റ് ആണല്ലോ. അപ്പൊ എല്ലാവരും ഒന്ന് കാണാ എല്ലാവരും മാതാപിതാക്കളും കുട്ടികളൊക്കെ കൂടി ഇത് കാണാം. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ശരി. അപ്പൊ